ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴത്തെ എറണാകുളം പോയാണ്. എറണാകുളം ബ്രോഡ്വേ പോകുന്നുണ്ട്, പിന്നെ തോപ്പുംപടി, പിന്നെ നമ്മുടെ പള്ളുരുത്തി, അവിടെ നിന്ന് കുറച്ച് കളക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നാളെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ഇനി ഇപ്പോൾ 2-3 ദിവസം അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകളൊന്നും ഉണ്ടാകത്തില്ല. മാക്സിമം നമുക്ക് കളക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അവതാളത്തിലാവും. അതുകൊണ്ട് അതിനുവേണ്ടി പോയാണ് രാവിലെ തന്നെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതേ. അതിനുശേഷമാണ് ഈ വീഡിയോ ഇവിടെ ഒരു ഇൻട്രോ തന്നെ ചെയ്യണം. രാവിലെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ പോയി മെയിനായിട്ട് ഇപ്പോൾ ബ്രോഡ്വേയിലേക്ക് ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ആകെ പെട്ടുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തേക്ക് പോയിട്ട് നമ്മുടെ നോർമൽ റോഡിൽ കൂടി പോയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഏകദേശം 12-1 മണിയായി ഞാൻ ബ്രോഡ്വേ തന്നെ എത്തിയപ്പോൾ. അതുകൊണ്ട് ഇന്ന് കണ്ടെയ്നർ റോഡിൽ പോകും. കണ്ടെയ്നർ റോഡിൽ പോയി കഴിഞ്ഞാൽ ആകെ നമുക്ക് ആ ടോൾ കൊടുക്കണമെന്ന് മാത്രമേ ഒരു ഇതുള്ളൂ. പിന്നെ എടപ്പള്ളി കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടാവും. എടപ്പള്ളി ചാനലൂർ വന്ന് ജോയിൻ ചെയ്യണ സ്ഥലത്ത് വരാപ്പുഴൊക്കെ പോകണ ആ സൈഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഓക്കെ. അതുകൊണ്ട് ഇന്ന് അതിൽ ഇങ്ങനെ പെട്ടെന്ന് പരിപാടി തീർത്ത് അതിനെ തന്നെ തിരിച്ചു വരാം. അതിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല തിരക്കായിരിക്കും. എന്തായാലും വെച്ചാൽ ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് വെക്കേഷനും തുടങ്ങി. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും വണ്ടിയായിട്ട്. അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ നോക്കാം. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഓടിക്കണതാണ്. പക്ഷേ ചിലവരുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒതുക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മേത്തേക്ക് ഒന്ന് കയറും. അത് ഗ്യാരണ്ടിയാണ്. അതിലും നല്ല ആൾക്കാരുണ്ട്. ചിലവർ അതാണ് ഈ വിഷയമുള്ളത്. എല്ലാവരും പ്രോബ്ലം ഉണ്ടെന്ന് അല്ലാണ്ട് പറയണം. ചില ആൾക്കാർ മനഃപൂർവ്വം കുത്തിക്കയറ്റി വരും വണ്ടി ബസ്. എല്ലാവരും അവരുടേതായ ജീവിതങ്ങൾക്ക് വേണ്ടി കിടന്ന് ഓർമ്മയാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ജീവൻ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വിലപ്പെട്ടതാണ്. സാധാരണ ഞാൻ പോണത് ആലുവയിൽ നിന്ന് നമ്മുടെ ചെമ്പറക്കിയിൽ നിന്ന് കാട്ടുപടി ആ വഴിയാണ്. പക്ഷേ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് ഇപ്പോൾ അതിൽ പോക്കില്ല. പോണത് നമ്മുടെ ഡയറക്റ്റ് ആലുവ, കളമശ്ശേരി അങ്ങനെ പോകാം. അത് ഒരു 4-5 കിലോമീറ്റർ കൂടിയാലും പക്ഷേ റോഡ് വലിയ കുഴപ്പമില്ല. മറ്റേത് ഭയങ്കര മോശമാണ്. മോശം റോഡാണ് അതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ഇനി നാളെ തുടങ്ങി ഇന്ന് തൊട്ട് എല്ലാവർക്കും ലീവൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. കുറേ പേര് ഇതൊക്കെ നാട്ടിൽ പോകണ പരിപാടി ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അതൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. വൈകിട്ടൊന്ന് എൻ്റെ വീട്ടിലൊന്ന് പോകും. അവിടെ എൻ്റെ കുഞ്ഞുമ്മയും മോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കാണാൻ പോകണം വൈകിട്ട്. കൊച്ചിനാണെങ്കിൽ നല്ല ചുമയായിട്ടാണ് വന്നേക്കുന്നത്. ഈ ദിവസം ക്രിസ്മസ് വെക്കേഷൻ ചുമയപ്പനിയും കൊണ്ടുപോകുന്ന തോന്നണേ കണക്കിനാണ്. നല്ല സ്കൂളിൽ നിന്നപ്പോൾ ചുമയും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് ഇനി ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ ഞാൻ പോയി ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അത് പോകണം ഇനി ഹോസ്പിറ്റലിൽ. ഓരോ ദിവസവും ഓരോ പരിപാടികളാണ്. ഈ ഇവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും വലിയ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നത്. ക്ലൈമറ്റ് രാവിലെ ചൂട്, ഉച്ചക്കും ചൂട്, വൈകിട്ടായി ഇങ്ങനെ തണുപ്പാൻ തുടങ്ങും. അത് രാത്രി തണുപ്പ്, വെളുപ്പം തണുപ്പ്, പിന്നെ രാവിലെ ആകുമ്പോൾ വീണ്ടും ചൂട്. പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന പിള്ളേർക്കും പിന്നെ വയസ്സായ ആൾക്കാർക്കുമാണ് കൂടുതലായിട്ട് ഇത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പനി, കണ്ടമാനം പനി, ഒരുപാട് പനിയും ഒരു ഭയങ്കര വിഷയമായിട്ടുള്ളൊരു കേസാണ്. സാധാരണ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അതിവിടെ 2 കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാറ്. ഇപ്പോൾ കോളേജൊക്കെ അടച്ച് ഇതൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ഇവിടെ ബ്ലോക്കിന് കുറവില്ല. ബ്ലോക്ക് അതിനേക്കാളും കുറച്ചുകൂടി കൂടിയിട്ടുള്ളൂ. ഇത് നമ്മുടെ ചൂണ്ടി ഇവിടെ ഒരു അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ മറ്റേ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആൾക്കാർ കൂടുതൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ് ചൂണ്ടി. അതുകൊണ്ടൊക്കെ ആവാം ഇവിടെ ഇത്തിരി തിരക്ക്, ക്രൗഡ് ഫീൽ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഒരു മറ്റേ റോഡിൻ്റെ ഒരു സിസ്റ്റം ഒരു ചോക്കും ആലുവെന്ന് വന്ന് 2ആയിട്ട് കട്ട് ചെയ്യും. അത് ആ കട്ടിങ് ഇപ്പോഴും ആൾക്കാർ കറക്റ്റൊന്നുമല്ല ചെയ്യുന്നത്. അതിന് തന്നെ ബ്ലോക്ക് കിട്ടി. അവിടെ 2ആയിട്ട് ആലുവെന്ന് വന്നിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഒന്ന് പൊക്കാട്ടോടി വന്ന പെരുമ്പാവൂർ റോഡ്. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ഇത് വലിച്ചതില്ല. ചിലവർ സ്ട്രൈറ്റ് എടുത്ത് പോകും, ചിലവർ പെരുമ്പാവൂർ റോഡിലേക്ക് കയറിയിട്ട് വളഞ്ഞെടുത്ത് പോകും. ഇപ്പോഴൊരു ഇതില്ല. അതല്ല ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല
കച്ചവടം നടക്കുന്ന ഏരിയ, ഇറച്ചിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നാളെ ക്രിസ്മസ് ആയി വന്ന ആൾക്കാർ ചിക്കൻ ബീഫ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് മെയിനായിട്ട് ഇവിടെ. അത് മറ്റേ പോർക്കും കിട്ടുന്ന ഒരു ഏരിയയാണ് ചുണ്ടിയിൽ, അത്യാവശ്യം ക്രൗഡുണ്ട്. അതാണ് ഇവിടെ ഇത്ര തിരക്ക് വരാൻ കാരണം. അല്ലെങ്കിൽ പിന്നെ വെക്കേഷനൊക്കെ അയക്കാൻ ഇവിടെ തിരക്ക് അങ്ങനെ കുറയാറ് പറയുന്നത് ആൾക്കാർ കൊണ്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇവിടെ തിരക്ക് കുറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ കുറേ കടകളുണ്ട്, മറ്റേ ചായ കുടിക്കാനുള്ള കട. ഈ സ്ഥലങ്ങളുണ്ടോ, ഇതാണ് ചവർപ്പാടം എന്ന് പറയും. ഇവിടെ കുറേ ഇപ്പം ഫുഡിൻ്റെ സ്പോട്ടുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു മൂഡ് തലമായി പണ്ട് വെറുതെ കിടന്ന സ്ഥലങ്ങളാണ്. ഇപ്പം നാടൻ ഫുഡ് തൊട്ട് ചൈനീസ് ഫുഡ് വരെ ഇപ്പോൾ ഇവിടെ കിട്ടും കടകളിൽ. ആ വഴി അങ്ങനെ പോകുന്ന വഴിക്ക് ഫുള്ള് സൂപ്പറാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയും മുട്ടയാടിലേക്ക്. ഇതാണ് മറ്റേ മെട്രോയുടെ യാർഡാണ്. വലിയൊരു പരിപാടിയാണ് ഈ മെട്രോയുടെ യാർഡ്. നേരെ പോയി മുട്ടത്തെന്ന് ചോദിച്ചു. ഒരുപാട് ഇതുണ്ട്. ഞാൻ പോണത് മുളിവിടെ പോണത് മെട്രോ ആണ്. ഇതൊക്കെ മൊത്തം മെട്രോളെ സോളാറുകളാണ് ഈ കിലോമീറ്ററോളം ഇതിനകത്ത് കിടക്കുന്നത്. മടി കാട് ചേർന്നതിൻ്റെ അപ്പുറത്ത് മൊത്തം സോളാർ പാനൽസാണ്. അതിൽ പകുതി മുക്കാലും മെട്രോയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സംഭവം എന്നാലും കൊള്ളാം. ഇവിടെ ഞാൻ എറണാകുളം ചില ദിവസങ്ങളിൽ ഒരു ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്. കട കടയണത് ഇവിടെ വന്ന് ഒരു ചായ ഒരു കടിയൊക്കെ തീർത്ത് നേരെ ഇവിടെ അങ്ങോട്ട് പോകും. അതാണ് പതിവ്. കുറേ പ്രാന്തന്മാരാണെന്നേ റോഡിലേക്ക് കയറി വരുന്നത് നോക്കിക്കൊണ്ടൊന്നുമില്ല. ഡയറക്റ്റ് റോഡിലേക്ക് കയറി വരും. വണ്ടി റോഡിലുണ്ടെന്ന് വിളിക്കണമെന്നൊന്നും ഒരു നോട്ടില്ല. ഡയറക്റ്റ് നേരെ റോഡിലേക്ക് കയറി വരും. പ്രായത്തിലൊരു പുള്ളിയെ കണ്ടാണ് ആ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. പുള്ളി റൈറ്റ് സൈഡിലേക്ക് മാത്രം നോക്കുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണമെന്നില്ല. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് കയറിയാണ്. ഇയാൾ നോക്കാത്തതുകൊണ്ട് നമ്മൾ ഇയാൾ വണ്ടി എടുക്കുമോ അതോ എടുക്കൂലേ എന്നുള്ളൊരു ഇതിനാണ്. ഇപ്പം അവിടെ വണ്ടി എടുക്കുകയും ചെയ്യും. അല്ലാത്തൊരവസ്ഥയാണ്. പെട്ടെന്ന് നമുക്ക് ഇത്ര സ്പീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് കിട്ടിയെന്ന് ഒരു ഇതില്ല. നമ്മൾ നോർമൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കണം എറണാകുളം റൂട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രശ്നങ്ങളാവും. ഈ പ്രാവശ്യം എറണാകുളത്ത് മറ്റേ ഫോട്ടോച്ചിൽ പപ്പാനിയെ കത്തിക്കുന്ന പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. എന്താ ഒരറിവില്ല. അല്ലെങ്കിൽ സാധാരണ പപ്പാനിയുടെ പരിപാടിയൊക്കെ പപ്പാനി കത്തിക്കണം. വെളി ഗ്രൗണ്ടിൽ പരിപാടി ഇറങ്ങുന്നുണ്ട്. ഇന്നലെ കണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ ഇത് മറ്റേ ലൈറ്റ് ആ മരത്തിൻ്റെ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ വൈകിട്ട് കണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്തേക്കുന്നത്. മറ്റേ പപ്പാനിയെ കത്തിക്കുന്ന പരിപാടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു. ആ എറണാകുളത്ത്, ഫോട്ടോച്ചിയിൽ, പിന്നെ കാക്കനാട്, പിന്നെ ഓരോ ഏരിയയിൽ നമ്മുടെ അങ്കമാലി ഭാഗത്താണ് ഏറ്റവും രസം. അങ്കമാലി ഭാഗത്ത് 11 മണിയാകുമ്പോൾ പപ്പാനിയെ കത്തിച്ച് 12 മണിയാകുമ്പോൾ പരിപാടി ഉണ്ട്. അവിടെ ആരാണ്ട് ടൈം ഒക്കെ തെറ്റിപ്പോയി. അതുകൊണ്ട് ഇവിടെ 12 മണിക്ക് വരെ 11 മണിക്ക് അങ്കമാലിയാണ്, ചാലക്കുടിയാണ്, എവിടെയാണ് ആ പോണ റൂട്ടിലാണ്. 11 മണിയാകുമ്പോൾ പപ്പാനിനെ കത്തിച്ച് പരിപാടി എടുത്തു. 12 മണിക്ക് ഇപ്പോൾ ആൾക്കാരോട് എത്താൻ കണക്കാക്കി കുറേ ആൾക്കാരോട് എത്തിയപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കളൊക്കെ അവിടെ പോയായിരുന്നു. അവരവിടെ ചെന്നപ്പോഴും പപ്പാനിനെ കത്തിച്ച് അവിടെ കഴിഞ്ഞ് ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എറണാകുളത്തെ കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്രാവശ്യം നമ്മുടെ മറ്റേ പരിപാടി കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഇന്നലെ ഞാൻ തൊട്ട് 22-ാം 24 പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 24 വരെ DJ സാവിയുടെ DJ പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു 23-ാം തീയതി അല്ലേ? ഇന്നലെ 23-ാം തീയതി. 22-ാം തീയതി ആയിരുന്നു DJ സാവിയുടെയൊക്കെ പരിപാടി. ഇന്നലെ വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇന്നുണ്ട്. അവിടെ എല്ലാ കൊല്ലം ഉള്ള പരിപാടികളാണ്. അത് അവരവിടെ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമൊക്കെയാണ് പോയത്. ഒന്നാമത് തന്നെ ക്രൗഡാണ്. അവിടെ വണ്ടി ഇടാനും പരിപാടിക്കും ഒന്നിനും സ്ഥലമില്ല. അതാണ് മെയിൻ പ്രോബ്ലം. റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലൊക്കെ വണ്ടി ഇട്ടിട്ട് കൊണ്ടുവരും. പിന്നെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. നമ്മൾ തോപ്പുംപടി ഇട്ട് ബ്ലോക്കായിരിക്കും അങ്ങോട്ടേക്ക്. ന്യൂറിൻ്റെ ദിവസമൊന്നും പോവേ നോക്കിയേ വേണ്ട. വൈകിട്ടൊക്കെ പോയി നേരത്തെ പോയി നിൽക്കണോട്ട് സെറ്റായിട്ട് നിൽക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പരിപാടി വരും. അതിന് അന്ന് ന്യൂറിൻ്റെ തന്നെ തോപ്പുംപടിയും മറ്റേ ഇപ്പോഴത്തെ വൈപ്പിൻ്റെ ചങ്കാറും അതുപോലെ തന്നെ മറ്റേ ആലൂരിൽ നിന്ന് കയറിയ വഴി അവിടെ എല്ലാം പോലീസായിട്ട് വൈകിട്ട് 5 മണി 6 മണിക്കാകുമ്പോൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. പിന്നെ ഫോട്ടോ വെച്ച് വണ്ടികൾ മാത്രമേ അവരകത്തേക്ക് കയറ്റുള്ളൂ. നമ്മുടെ പുറത്തുനിന്നുള്ള വണ്ടികൾ കയറ്റുന്നത് വളരെ കുറവാണ്. ഇതാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 12 മണിക്ക് പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ 12 ആകുമ്പോൾ പരിപാടി നിർത്തിക്കോളാം. അങ്ങനത്തെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പോലീസാരുടെ റോഡിലേക്ക് വളരെ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 2025 അങ്ങനെ തീരെയാണ്. ഇനി നിസ്സാര ദിവസം കൂടെ ഉള്ളൂ. 2025 തുടങ്ങിയത് പോലും അറിഞ്ഞില്ല. ജനുവരി ഫെബ്രുവരി അതിങ്ങനെ ഇങ്ങനെ സ്വിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. 2025 കഴിയാറായി. 2026 പോയിക്കൊണ്ടിരിക്കും. അടുത്ത വർഷമെങ്കിലും നല്ലൊരു വർഷമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഓരോ വർഷം അടുത്ത വർഷം അടിപൊളിയായിരിക്കും.
എന്നുള്ളൊരു പരിപാടിയിൽ പിന്നെ 1-ാം തീയതി കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. ഇനി തൊഴിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഇങ്ങനെ ചെയ്യില്ല, മറ്റു ചെയ്യില്ല. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ അത് ഓരോരുത്തർ ഇഷ്ടമാണ്. എനിക്കതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യേണ്ടെന്ന് തോന്നിയ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നിർത്താം. ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ഡേ അല്ലെങ്കിൽ ഇന്ന കാര്യം ഇത് അങ്ങോട്ട് ഞാൻ അങ്ങനെ കാണിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് തോന്നിയാണ് ഇന്ന് നിർത്താൻ, ഇന്ന് ചെയ്യേണ്ട, ഇന്നോട്ട് അത് കാര്യം ചെയ്യേണ്ടതെങ്കിൽ ഇന്നോട്ട് ചെയ്യേണ്ടത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ദിവസം അങ്ങനെ ചെയ്യുന്ന പരിപാടിയൊന്നും അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ചില ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഓരോരുത്തര ഇഷ്ടങ്ങളുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇനി എന്ത് വള്ളിയാണോ വരാൻ പോകുന്നത്? ഇപ്പം ഞാൻ അതിലേ പോകാമെന്ന് ഓർത്തതാണ്, നമ്മുടെ കണ്ടെയ്നർ വഴി. ഞാൻ ഓൾറെഡി പറഞ്ഞാൽ കണ്ടെയ്നർ വഴി പോകാൻ നോക്കാം. പക്ഷേ ആലുവ നിങ്ങൾ പോകുന്ന കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ കണ്ടെയ്നർ വഴി പോകേണ്ട, ഇതിൽ തന്നെ പോകാമെന്നോർത്ത് കളമശ്ശേരി വലിയ കുഴപ്പമില്ലാണ്ട് കവർ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ എടപ്പള്ളി എത്തിയപ്പോഴും സംഭവം കളറായി, ബ്ലോക്കായി. ഇനി ഇവിടെ നിന്ന് അനങ്ങിയേ പോകത്തുള്ളൂ. അതിന് വേണ്ടി ബ്ലോക്കായിട്ടാണ്. എടപ്പള്ളിയുള്ള ബ്ലോക്കൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഒന്നല്ലെങ്കിൽ ഇവിടെ റോഡിലേക്ക് വണ്ടി ഇറക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടി വരും. ഒരു ദിവസം ഇത്ര വണ്ടി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആക്കേണ്ടി വരും. അല്ലാണ്ടൊന്നും എടപ്പള്ളിയിലൊന്നും ബ്ലോക്കൊന്നും എന്തൊക്കെ കാണിച്ചാലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സിസ്റ്റമൊക്കെ ഇവിടെ വന്നു. അതൊന്നത്തെ ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ മറ്റേ ഹൈവേയുടെ പണി നടക്കണമെന്നുകൊണ്ട് അതൊന്നും പൂർണ്ണമായിട്ട് ആ രീതിയിലേക്ക് വന്നിട്ടില്ല. എന്നുവെച്ചാൽ ലുലുവിനെ അങ്ങോട്ടേക്ക് തിരിയുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് തിരിയാനുള്ള പരിപാടി അവിടെ ഇല്ല. കറങ്ങി വന്നു ഹൈവേയിലേക്ക് കയറി, ഹൈവേ 1 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി അവിടെ യൂട്ടേൺ എടുത്ത് വീണ്ടും എടപ്പള്ളി സൈഡിലേക്കുള്ള വഴി വന്നിട്ട് വേണം അങ്ങോട്ടേക്കൊക്കെ പോകുന്നത്. അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം അല്ലാതെ മറ്റേത് ഓപ്പൺ ചെയ്തോന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ ലാസ്റ്റ് പോകുമ്പോഴേക്ക് അതിലേ പോയായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റ് ക്രോസ് ചെയ്ത് പോകാനുള്ളതിന് പകരം ഏകദേശം 1 കിലോമീറ്റർ കറക്കി കൊണ്ടുവന്ന് ആ കറക്കണോത്ത് ആ യൂട്ടേൺ എടുക്കണോത്താണെങ്കിൽ അവിടെ ഹൈവേയുടെ പണി ഇറങ്ങി. ആ പണി ഇറങ്ങുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക്, പിന്നെ യൂട്ടേണിൻ്റെ ബ്ലോക്ക്, പിന്നെ പണി നടക്കുന്നതിൻ്റെ അവരുടെ ഐറ്റംസ് അത് കിടക്കാനുള്ള ഒരു ബ്ലോക്ക്, പിന്നെ മറ്റേ വൈറ്റ് ലൈൻ തന്നെ വണ്ടികളുടെ ബ്ലോക്ക്, എല്ലാം കൂടി ചേർത്ത് മൊത്തത്തിലൊരു ബ്ലോക്കാണ്. എന്തായാലും ഒരു 2-3 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഈ റോഡൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ രീതിയിലാണ് പണികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഓർത്ത് നല്ല തിരക്കായി, എറണാകുളത്തൊക്കെ നല്ല തിരക്കായിരിക്കുന്നു. പക്ഷെ ഒരു തിരക്കുമില്ല. റോഡൊക്കെ നോർമൽ പോലെ, വണ്ടികളും കാര്യങ്ങളൊക്കെ നോർമലുള്ളൂ. പക്ഷേ 2 ദിവസത്തിന് മുമ്പ് ഭയങ്കര തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ഒരു മനുഷ്യനും ഇല്ല റോഡിൽ. ഇപ്പോൾ വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പം നിലവിൽ ഒരു 4-5 മണി സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ കൂടുതലും എറണാകുളം അതായത് ടൗണിൽ നിൽക്കുന്ന കൂടുതൽ ആൾക്കാരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത്. അവർ ഇപ്പോൾ നല്ല ക്രിസ്മസും വെക്കേഷനൊക്കെ ആയതുകൊണ്ടല്ല കുറേ പേരൊക്കെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം തിരക്ക് കുറഞ്ഞിരിക്കുന്നത്. സാധാരണ ഇതൊന്നും അല്ല തിരക്ക്, നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള തിരക്കായിരിക്കും എന്തെങ്കിലും ഒരു സീസൺ സമയം എറണാകുളത്ത്. വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാണ്. പിന്നെയും എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ കാണുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്കാണ്. മറൈൻ ഡ്രൈവ് അവിടെ ഫ്ലവർ ഷോ നടക്കുന്നത്. ഫ്ലവർ ഷോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഫ്ലവർ ഷോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ ഷോ ഇന്നും ഇപ്പോൾ അവിടെ എത്തും എന്നിട്ട് പറയും. പിന്നെ അത് സ്റ്റേറ്റ് ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ട് ഒരുപാട് പിള്ളേർ ഫ്ലവർ ഷോ ഇന്ന് തുടങ്ങി. 24-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ. ഡിസംബർ 24 തൊട്ട് 2026 ജനുവരി 4 വരെയാണ് ഫ്ലവർ ഷോ നമ്മുടെ മറൈൻ ഡ്രൈവിൽ. അതേതായാലും കൊള്ളാം. അത് നല്ലൊരു പരിപാടിയാണ്. മിക്ക സമയത്തും ഫ്ലവർ ഷോ ഉണ്ടാവലുണ്ട് മറൈൻ ഡ്രൈവ് ഭാഗത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഷോ അല്ലായിരുന്നു, വേറെ കുറച്ച് ഈ പിള്ളേർക്ക് പറ്റിയ കുറച്ച് ഐറ്റംസാണ് കഴിഞ്ഞ വർഷം ഈ വേറെ സമയത്തോടെ വന്നിരുന്നത്. ഈ വർഷം അതില്ല. ഈ വർഷം ഫ്ലവർ ഷോ ഫുള്ള് ആ മൊത്തത്തിനെടുത്തേക്കണം, സ്ഥലം മൊത്തം അവരെടുത്ത് ചെയ്തേക്കണം. എന്തായാലും ആൾക്കാർക്ക് വരാൻ ഒരു പരിപാടിയായി, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെയും എന്തോ ഒരു പരിപാടി വരുന്നുണ്ടെന്ന് തോന്നണം. അവിടെയും എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. വണ്ടി ഓടി കയറാൻ പറ്റും. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് ബാക്ക് ടു പെരുമ്പാവൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഫോർച്യൂണർ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. റെഡ് ഭയങ്കര സൂപ്പർ റെഡുകൾ. അവസാനം അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ റെഡ്. സെപ്പറേറ്റ് പുറത്തവരോട് ചെയ്തേക്കണം. കണ്ടോ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ ആ റെഡ് മാത്രം എടുത്ത് വെക്കണം. അത്ര ഭംഗിയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടത് ഇപ്പോൾ എടപ്പള്ളി നിങ്ങൾ പോകുന്ന വഴിക്കാണ് കണ്ടത് സംഭവം. പക്ഷേ ഫോർച്യൂണർ വഴി ഫോർച്യൂണറാണ്. പക്ഷേ
ആ കളറാണ് അടിപൊളി, ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളറാണ് കേട്ടോ. റെഡ് കാണുമ്പോൾ തന്നെ ചെറിയ തൊട്ടപ്പുറത്ത് താറിൻ്റെ റെഡ് ഉണ്ട്, പക്ഷെ അത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഈ വുഡ്ലാൻഡ് ഷോറൂം അല്ല കേട്ടോ. ഈ വുഡ്ലാൻഡ് ഷോറൂമിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, അടിപൊളിയാണ്. നമ്മുടെ മുട്ടത്തിന് മുമ്പ് പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻറ്റുകളുള്ള സ്ഥലങ്ങളുണ്ട്. വലിയ കുഴപ്പമില്ല, ഒരിടയ്ക്ക് ഞങ്ങൾ സ്ഥിരം വന്നിരുന്ന സ്ഥലമാണ്. പിന്നെ മന്തി കഴിക്കണമെന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് സോഫി മന്തി ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നെയ്ച്ചോറ് ഇറച്ചി കഴിക്കണമെന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമ്പാവൂരുള്ള നെയ്ച്ചോറ് ഇറച്ചി, പെരുമ്പാവൂർ നെടുത്തോടുള്ള കഫേ മറാക്കി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട്. അവിടെയും നല്ല അടിപൊളി നെയ്ച്ചോറ് ഇറച്ചി കിട്ടും, സൂപ്പറാണ്. പ്യൂർ വെജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആര്യാസ് ഉണ്ട്. ഈ സൂര്യപ്പി ഹോട്ടലിൽ നിന്ന് നല്ല പൊറോട്ടയും നല്ല ബീഫും കിട്ടും. പിന്നെ നോർത്ത് ഇന്ത്യൻ കബാബ് ഐറ്റംസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ യാക്മ കബാബി നെയ്ച്ചോറ് ഇറച്ചി അപ്പുറത്ത് തരാം. ഇതാണ് ഞാൻ പറഞ്ഞ നെയ്ച്ചോറ് ഇറച്ചി, പെരുമ്പാവൂരിലെ നെയ്ച്ചോറ് ഇറച്ചിയാണ്. അതല്ല സീ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ മീനോളജി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇത് കാണാം, ഇവിടെ കണ്ട് ജനുവരി 3-ാം തീയതി കണ്ട് 399 പെർഫെക്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ പോകുന്നില്ല, പിന്നെ നോർമൽ കടകളായി. അവിടെ മീനോളജിയിൽ ജനുവരി 3-ാം തീയതി വരെ എന്തോ പരിപാടിയുണ്ട്, പെർഫെക്റ്റ് ഉണ്ട്. 399 2-3 ഡിഷ് ഫിഷിൻ്റെ, ബാക്കി ചിക്കനും ബീഫൊക്കെ ആയിട്ട് ഒരു ഇതുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ പോയി ട്രൈ ചെയ്തിരുന്നു, എനിക്ക് അടിപൊളിയായിട്ടാണെന്ന് പറഞ്ഞത്. എനിക്കതിന് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഒരു ഇതാണ് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് ഇത്, മീൻ ചട്ടി. ഇതും കൊള്ളാം. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് ചെറിയൊരു സ്നാക്കിൻ്റെ കടയുണ്ട്, ഈ നമ്മുടെ ചെറിയ കടികൾ കിട്ടുന്ന ഒരു കട. അതുകൊണ്ട് കടികളൊക്കെ നല്ല നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ വന്നപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കടിയൊന്നും മേടിക്കും. അവിടുത്തെ സമൂസയൊക്കെ നല്ല അടിപൊളി സമൂസയാണ്. ചിക്കൻ സമൂസ, വെജ് സമൂസ, അതുപോലെ തന്നെ കട്ട്ലേറ്റ്, അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ 65 പൊരിച്ചതുണ്ട് കടയിൽ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ മെയിനായിട്ട് മേടിക്കാതെ അവിടുന്ന് സമൂസയാണ്, ചിക്കൻ സമൂസ. അത് 10 രൂപയുള്ളൂ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എന്നാൽ അതിനകത്ത് ചിക്കൻ്റെ സ്റ്റഫിങ്ങും ഉണ്ട്. സാധാരണ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് ചിക്കൻ്റെ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേര് ചിലപ്പോൾ ഒരു പീസ് കിട്ടിയാൽ കിട്ടി, പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ ആ സ്ഥലം തുറന്നിട്ട് കാണിച്ചാൽ നമ്മുടെ തണ്ടേക്കാടാണ്. തണ്ടേക്കാട് ജംഗ്ഷനിലാണ് ഒരു കായും 2 പിള്ളേരോട് നടത്തുന്ന കടയാണ്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ കട, ആ ഫുഡ്. അത് അത്യാവശ്യം കൊള്ളാം, നല്ല സൂപ്പർ പരിപാടിയാണ്. തണ്ടേക്കാട് ജംഗ്ഷനിലാണ് വന്നത്. ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 10 മീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ കട. എന്തായാലും ഞാൻ പോയി വീട്ടിലേക്കുള്ള കുറച്ച് കടികൾ മേടിക്കട്ടെ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഐറ്റംസ് എല്ലാം കൊള്ളാവുന്ന സ്ഥലം. ഏതായാലും ഇതിലേ പോകുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് വയ്ക്കുമോ. ഇവിടുന്ന് നാട്ടുകാർ തന്നെ അത്യാവശ്യം മേടിക്കുന്ന സ്ഥലമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ് സംഭവം. എന്തായാലും പോയി മേടിച്ചിട്ട് വരും. ഞാൻ അവിടെ നിന്ന് ഒരു പ്ലേറ്റ് കോളിഫ്ലവർ ബജി, 4 ചിക്കൻ സമൂസയും മേടിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ചൂട് ഐറ്റംസാണ് ഇരിക്കുന്നത്. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല ചൂട ആ കടി കഴിക്കുക, നല്ല ടേസ്റ്റാണ്.